1976 ഏപ്രിൽ 18 പായിക്കാട്ട് വീട്ടിൽ ഔസേപ്പച്ചൻ്റെയും മേരിയുടെയും 5 മക്കളിൽ രണ്ടാമത്തെ മകളായി സിസ്റ്റർ സ്നേഹയുടെ ജനനം. അവർ അവൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമം നൽകി. കുടുംബാംഗങ്ങളോടൊത്ത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ബിജി എന്ന കൊച്ചു സ്നേഹ നയിച്ചിരുന്നത്. കൊച്ചു പ്രായത്തിലെ വീട്ടിൽ നിന്നും പകർന്നു കിട്ടിയ വിശ്വാസത്തിലൂടെ ബിജി ദൈവത്തെ തേടിയുള്ള യാത്ര ആരംഭിച്ചു. സെൻറ് അഗസ്റ്റിൻസ് LP സ്കൂളിൽ ആരംഭിച്ച സിസ്റ്റർ സ്നേഹയുടെ വിദ്യാഭ്യാസം തുടർന്ന് സെൻറ് തോമസ് സ്കൂൾ അറക്കുളം, ഗവൺമെൻറ് ഹൈസ്കൂൾ മൂലമറ്റം എന്നിവിടങ്ങളിൽ നിന്നും പൂർത്തീകരിക്കപ്പെട്ടു. ബാല്യകാലം കുടയത്തൂർ ഗ്രാമത്തിൻ്റെ സങ്കല്പങ്ങളുടെയും ദൈവപ്രമാണങ്ങളുടെയും ചുറ്റുപാടുകളിലാണ് ബിജി ചിലവഴിച്ചത്. പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ച നാൾ മുതൽ ഈശോയെ സ്വന്തമാക്കാനുള്ള അതിതീവ്രമായ ആഗ്രഹം അവളിൽ പ്രകടമായിരുന്നു. ലൗകികമായ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെടാതെ ആത്മീയതയിൽ ആനന്ദം കൊള്ളാൻ ചെറുപ്രായം മുതലേ ശ്രമിച്ചിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇടവകയിലെ സെൻറ് മർത്ത സിസ്റ്റേഴ്സിൻ്റെ സേവനങ്ങളും സമർപ്പണവും കണ്ട ആകർഷിതയായാണ് ബിജി തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞത്. ബിജിയിലെ ദൈവവിളി തിരിച്ചറിഞ്ഞ ബെർട്ടിലാമ്മ ഒരമ്മയുടെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പിലും കൂട്ടായി കൂടെ നിന്നു. എനിക്കുറപ്പാണ് ബെർട്ടിലാമ്മ സ്വർഗത്തിൽ നിന്നും തൻ്റെ സ്നേഹവും അനുഗ്രഹങ്ങളും നമ്മൾക്കായി വർഷിക്കുന്നുണ്ടെന്ന്. ബെർട്ടിലാമ്മയിൽ നിന്നും കിട്ടിയ പ്രചോദനത്താൽ അല്പം ഭയത്തോടെയാണെങ്കിലും ബിജി തൻ്റെ ആഗ്രഹം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ അവതരിപ്പിച്ചു. കുഞ്ഞാങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സ്നേഹ നീരസമുണ്ടായിരുന്നെങ്കിലും പതിയെ അതും ബിജിയുടെ ശക്തമായ തീരുമാനത്തിനു മുമ്പിൽ അലിഞ്ഞില്ലാതായി. അങ്ങനെ എല്ലാവരുടെയും സ്നേഹത്തോടും പ്രാർത്ഥനകളോടും കൂടി ബിജി 1994 വില്ലൂനിയിലുള്ള ജോസഫൈൻ കോൺഗ്രിഗേഷൻ്റെ മഠത്തിലേക്ക് യാത്രയായി. പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും ഈശോയുടെ മണവാട്ടിയാകാനുള്ള ഒരുക്കമായിരുന്നു പിന്നീടങ്ങോട്ടുള്ള 6 വർഷങ്ങൾ. 2000 ജനുവരി 3 സഭാവസ്ത്ര സ്വീകരണം. കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പ്രഥമ വ്രത വാഗ്ദാനത്തിലൂടെ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ ആശീർവാദത്തോടെ ജോസഫൈൻ സഭയിലെ അംഗമായി 2005 ജനുവരി 3 സഭാവസ്ത്രം സ്വീകരിച്ചു. ആദ്യ പടവുകളിൽ സിസ്റ്റർ സ്നേഹയെ നയിക്കുകയും വഴികാട്ടുകയും ചെയ്ത ഏവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. 2000-2005 കാലഘട്ടത്തിൽ തൻ്റെ പ്രഥമ വ്രത വാഗ്ദാനത്തിന് ശേഷം ആതുര ശുശ്രൂഷ മേഖലയെ കർമ്മമേഖലയായി തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടി സഭാധികാരികളുടെ അനുവാദത്തോടുകൂടി നേഴ്സിംഗ് പഠനത്തിനായി രാജസ്ഥാനിലെ അജ്മീറിലേക്ക് സിസ്റ്റർ സ്നേഹ യാത്രയായി. 2005 ജൂൺ 13 മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെയും ജനറാളമ്മയുടെയും സാന്നിധ്യത്തിൽ നിത്യവൃത്തി വാഗ്ദാനം. അങ്ങനെ ബിജി നാടും വീടും ഉപേക്ഷിച്ച് കർത്താവിനു വേണ്ടി തൻ്റെ പ്രേക്ഷിത പ്രവർത്തന മേഖലയായ ആതുര സേവന മേഖലയിലേക്ക് പ്രവേശിച്ചു. നിത്യവ്രത വാഗ്ദാനത്തിന് ശേഷം 2005 ഫെബ്രുവരി 16 ഓസ്ട്രിയയിലെ വിയന്നയിലേക്ക് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി യാത്ര തിരിച്ചു. പുതിയ സ്ഥലം, പുതിയ രീതികൾ, പുതിയ ഭാഷകൾ, തികച്ചും എല്ലാം ഒരു പുതിയ തുടക്കം. 2005 മുതൽ 2014 വരെ കാരിത്താസ് നഴ്സിംഗ് ഹോമിലും സെൻറ് ബാബ്ര നഴ്സിംഗ് ഹോമിലുമായി തൻ്റെ കാരുണ്യ സ്പർശം പ്രായമായവരിലേക്കും രോഗികളിലേക്കും എത്തിച്ചു. അതിനോടൊപ്പം സുപ്പീരിയേഴ്സ് ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും ഭംഗിയായി തന്നെ നിർവഹിക്കുകയും ചെയ്തു. അതിനുശേഷം 2014 വീണ്ടും ഒരു പറിച്ചുനടൽ. ഇത്തവണ കാരിത്താസ് നഴ്സിംഗ് ഹോം ജർമ്മനിയായിരുന്നു കർമ്മമേഖല. 2024 ജനുവരി 2 സിൽവർ ജൂബിലി ഇയർ. ഇങ്ങനെ ഒരു വർഷക്കാലം പ്രാർത്ഥനയും ജൂബിലി ആഘോഷങ്ങളുമാണ്. ഇതാ ഇന്ന് നമ്മൾ ജൂബിലി വർഷത്തിൻ്റെ നിറവിൽ എത്തിയിരിക്കുകയാണ്.
ഇതൊരു വിശുദ്ധ വത്സരം കൂടെയാണ്. നിങ്ങളെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ജൂബിലി എപ്പോഴും പഴയ കാര്യങ്ങൾ നന്ദിയോടെ ഓർക്കുവാനും ദൈവം തന്ന അനുഗ്രഹങ്ങളും ഇന്നുവരെ കൈപിടിച്ചു നടത്തിയ അനുഭവങ്ങളും നന്ദിയോടെ സ്മരിക്കുവാനുമുള്ള അവസരം കൂടിയാണ്. അതിനോടൊപ്പം തന്നെ പ്രതീക്ഷയോടെ നാളുകളെ വരവേൽക്കുവാനും സന്തോഷത്തോടെ വരുന്ന കാര്യങ്ങളെ സ്വീകരിക്കുവാനുമായി മനസ്സിലൊരു കരുതൽ ഏറ്റെടുക്കുന്ന ഒരു വർഷം കൂടിയാണ്. ഈ വിശുദ്ധ വത്സരത്തിൽ സിസ്റ്ററിന്റെ സ്നേഹവും കരുതലും വാത്സല്യവും ദൈവകൃപയും ധാരാളമായി വീട്ടുകാരായ ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സിസ്റ്റർ സ്നേഹ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും സിസ്റ്ററിനോടൊപ്പമുണ്ട്. സന്തോഷാരവങ്ങളുടെയും അനുഗ്രഹ കൂമ്പാരങ്ങളുടെയും നിറവിൽ നിൽക്കുമ്പോഴും പായിക്കാട്ട് കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും മനസ്സിൽ നൊമ്പരത്തിൻ്റെ ഒരു കടലെരുമ്പുന്നുണ്ട്. സ്വർഗം കൈപിടിച്ചെടുത്തെങ്കിലും ഇന്നും ആ ഷർട്ടിൽ വിയർപ്പിൻ്റെ മണമാണ്. കാണാൻ കൊതിക്കുമ്പോൾ തിരിഞ്ഞൊന്നു നോക്കും. ശാസനയായി പുറകിലുണ്ട്, ധൈര്യമായി മനസ്സിലുണ്ട്. മറച്ചുവെച്ച പുഞ്ചിരികൾ ഇന്നും ആ പോക്കറ്റിൽ ഭദ്രമാണ്. ഇന്നത്തെ ഞങ്ങൾ ഓരോരുത്തരും പപ്പായുടെ പ്രാർത്ഥനയും വിയർപ്പുമാണ്. We can't explain how much we are missing you on this occasion, but we are sure that you must surely be rejoicing in heaven with your everlasting smile. Once again, congratulations, Sister Sneha, and let your holy journey continue.